പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവ പരിപാലനയെക്കുറിച്ച്, സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും അതോട് ബന്ധപ്പെടുത്തി ദൈവം ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും എല്ലാം പരിപാലിക്കുമ്പോൾ തിന്മയെന്ന അല്ലെങ്കിൽ പാപം എന്ന ഈ വിഷമ പ്രശ്നം, അതിനെക്കുറിച്ചും ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ ദർശനത്തോട് ബന്ധപ്പെടുത്തി സൃഷ്ടാവായ ദൈവത്തെയും സൃഷ്ടികളെയും കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമാണിത്. എല്ലാ സൃഷ്ടികളെയും ദൈവം കാത്തു പരിപാലിക്കുന്നു. ദൈവപരിപാലനയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിനെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു. എങ്കിലും ദൈവത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണതയിലേക്ക്, അനന്തപൂർണ്ണതയിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി പൂർണ്ണതയാണ്, അല്ലെങ്കിൽ എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. എങ്കിലും ഓരോ വസ്തുവിനും, ഓരോ സൃഷ്ടിക്കും, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും അതിൻ്റേതായ ഒരു പൂർണ്ണതയുണ്ട്. എന്നാൽ പരിപൂർണ അവസ്ഥയിലല്ല സൃഷ്ടി സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഒരു യാത്രയിലാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നിയോഗിച്ചിട്ടുള്ളതും ഇനിയും പ്രാപിക്കേണ്ടതുമായ ഒരു ആത്യന്തിക പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലാ സൃഷ്ടികളും. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ഒരു നന്മയിലേക്ക് ചരിക്കുകയാണ്. ഇത് ദൈവപരിപാലന, അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ക്രമസംവിധാനങ്ങളെ നാം ദൈവപരിപാലന എന്ന് വിളിക്കുകയാണ്. എല്ലാത്തിനും ചലനമുണ്ട്, എല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ക്രമീകൃതമായ അവസ്ഥയിലാണ്, എങ്കിലും മുൻപോട്ട് ചരിക്കുകയാണ്. ഈ ഒരു പരിപാലന, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പരിപാലനയുടെ ശക്തി എത്തി നിൽക്കുകയാണ്. എല്ലാറ്റിനെയും ദൈവം സുഗമമായി ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും, ദൈവദൃഷ്ടിക്ക് മുൻപിൽ എല്ലാം അനാവൃതവും സ്പഷ്ടവുമാണ്. സൃഷ്ടികളുടെ സ്വതന്ത്ര പ്രവർത്തനത്തിലൂടെ ഇനി വരാനിരിക്കുന്നവ പോലും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളത്. വത്തിക്കാൻ കൗൺസിലിൻ്റെ ദേവഫീലിയൂസ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിലും ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിലുമെല്ലാം ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ ഇക്കാര്യമാണ് നമ്മളോട് സൂചിപ്പിക്കുക. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പോൾ ദൈവം ഒന്നും കാണാതിരിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. ലോകത്തിൻ്റെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ട്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ അവസാനം വരെയുള്ള എല്ലാ സൃഷ്ടികളും ദൈവത്തിൽ എത്തിച്ചേരുന്ന നിമിഷം വരെയുള്ള ഈ ലോകത്തിൻ്റെ യാത്ര മുഴുവൻ ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമാണ് എന്ന് ഹെബ്രായ ലേഖകൻ പറയുക. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവും. എല്ലാ കാര്യവും ദൈവത്തിൻ്റെ നമുക്കറിഞ്ഞുകൂടാ. അടുത്ത നിമിഷം എന്ത് എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. എന്ത് സംഭവിക്കും നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. ഇന്ന് കാണുന്നവരെ നാളെ നമ്മൾ കാണുന്നില്ല, മരിച്ചു പോകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നു. മനുഷ്യൻ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് ഒക്കെ ഇരിക്കുന്നു, പക്ഷേ അതൊന്നും അപ്രകാരം നടപ്പാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം അനാവൃതമാണ് എന്ന് 1-ാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായി തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവപരിപാലന വസ്തുനിഷ്ഠവും കൃത്യമായി അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ലഭിക്കുന്നതുമാണ്. ദൈവം അദൃശ്യ ശക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളോട് കൂടെ ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും പിന്നിലുണ്ട് എന്നുള്ളത്. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്
തിരുവചനം സങ്കീർത്തനം 115:3 നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം സ്വർഗത്തിലാണ് എങ്കിലും അവിടുന്ന് ഇഷ്ടമുള്ളതെല്ലാം ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ആ ദൈവപരിപാലന വസ്തുനിഷ്ഠവും അല്ലെങ്കിൽ നേരിട്ട് ദൈവം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ ഹൃദയത്തിൽ ആലോചനകളേറെ നടപ്പിൽ വരുത്തുന്നത് കർത്താവിൻ്റെ തിരുവിഷ്ടമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 21-ാം തിരുവചനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുകയാണ്, മനുഷ്യന് ഒത്തിരിയേറെ ആലോചനകൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നടപ്പിൽ വരുത്തുന്നത്, പ്രായോഗികമാക്കുന്നത് ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ്, അല്ലെങ്കിൽ ദൈവതിരുവിഷ്ടമാണ് നിറവേറ്റപ്പെടുന്നത്. അത് മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ്, നമുക്കറിയാം ഈ ശക്തി, ഈ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് ഈ ലോകത്തിൽ യേശുവിൻ്റെ കാലത്തിന് ശേഷം പരിശുദ്ധാത്മാവിലൂടെയാണ് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും സങ്കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഒത്തിരിയേറെ സഭയുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ആശയം വളരെ സ്പഷ്ടമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ, ജീവദാതാവായ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം ഓരോ നിമിഷവും ജീവൻ നൽകിക്കൊണ്ട് എല്ലാത്തിനെയും മുൻപോട്ട് നയിക്കുന്ന ആ ഒരു അവസ്ഥ ഈശോ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ദൈവപരിപാലനയെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. എന്തു ഭക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളാരും ആകുലരാകേണ്ട ആവശ്യമില്ല, എല്ലാം സ്വർഗീയ പിതാവ് അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ലഭിക്കും. എന്തു ഭക്ഷിക്കുമെന്നോ എന്തു പാനം ചെയ്യുമെന്നോ ഒന്നും നിങ്ങൾ ആകുലപ്പെട്ട് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സ്വർഗീയ പിതാവ് എല്ലാം കാണുന്നു എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. ആ പരിപാലന, ദൈവത്തിൻ്റെ ആ പരിപാലന വളരെ മനോഹരമായ ഉപമകൾ പറഞ്ഞുകൊണ്ട് ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലിലികളെയും മനോഹരമായി പരിപാലിക്കുന്ന ദൈവം, അവയ്ക്ക് നൽകിയിരിക്കുന്ന മനോഹാരിതയും അവരെ അനുനിമിഷം പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെയും ഈ പ്രപഞ്ചം മുഴുവനെയും മുൻപോട്ട് നയിക്കണമെന്നറിയാം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ പരിപാലന, ദൈവപരിപാലന നമ്മളോടൊപ്പമുണ്ട്. ഈ ദൈവപരിപാലനയിൽ നമുക്കറിയാം, ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ സഹകരണം ദൈവം എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയും എല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം, മനുഷ്യൻ്റെ നന്മ. നമുക്കറിയാം, ദൈവം പരിപാലിച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ മനുഷ്യരായ നമ്മളതിൽ സഹകരിക്കണം. അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ബലഹീനതയുടെ ലക്ഷണമായിട്ടല്ല. മനുഷ്യൻ്റെ സഹകരണം വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ക്രമമായി ക്രമീകരിക്കപ്പെടും, അല്ലെങ്കിൽ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നു. അത് ദൈവത്തിൻ്റെ ബലഹീനത, ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. അത് ദൈവമഹത്വത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയുമായിട്ട്, മനുഷ്യൻ്റെ സന്തോഷം അല്ലെങ്കിൽ അവനെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം അത് ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, സ്വമേധയാ പ്രവർത്തിക്കുന്നതിനും അന്യോന്യം കാരണങ്ങളും പ്രഭവങ്ങളുമായി വർത്തിക്കുന്നതിനും അങ്ങനെ ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിൽ സഹകരിക്കുന്നതിനുമുള്ള അന്തസ്സ് സൃഷ്ടികൾക്ക് അവിടുന്ന് നൽകിയിരിക്കുകയാണ്. സ്വയമായിട്ട് പ്രവർത്തിക്കുക. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, ഇന്നത്തെ ജോലികൾ നിറവേറ്റുന്നു, വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളെയും അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ ദൈവപരിപാലനയോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് നീങ്ങുകയാണ്. ഭൂമിയെ കീഴ്പ്പെടുത്തുവാനും ഭൂമിയിൽ അധ്വാനിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനുമുള്ള എല്ലാ അധികാരവും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തതാണ്. അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം ദൈവത്തിൻ്റെയും അവിടുത്തെ രാജ്യത്തിൻ്റെയും കൂട്ടുവേലക്കാരായി പൗലോസ്ലീഹായുടെ വാക്കുകളാണത്. തീർച്ചയായും കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വചനം, നമ്മൾ ദൈവത്തോടൊപ്പം കൂട്ടുവേലക്കാരായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സഹകരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ഒത്തിരി ശോഭനമാക്കുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. നിരാശനാകാതെ, ദുഃഖിതനാകാതെ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവം അറിയുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആ അവസ്ഥയിൽ ദൈവത്തോടൊപ്പം ചേർന്ന് മുൻപോട്ട് അധ്വാനിച്ച് ജീവിക്കുക.
പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനാണെന്നുള്ള ആ ചിന്ത. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി ശൂന്യതയിൽ മറയുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള ആ പ്രമാണരേഖയിൽ 36-ാമത്തെ നമ്പറിൽ 3-ാമത്തെ ഖണ്ഡികയിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി ശൂന്യതയിൽ മറയുന്നു, ഇല്ലാതായിട്ട് തീരുന്നു എന്നാണ്. സൃഷ്ടാവിൻ്റെ ആ സാന്നിധ്യം. അതോടൊപ്പം എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഫിലിപ്പി 2:13. നമ്മളെല്ലാം ഉത്തേജിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്, നമുക്ക് പ്രചോദനം നൽകുന്നത് ദൈവവും ദൈവത്തിൻ്റെ ആ സാന്നിധ്യവുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സൃഷ്ടാവ് പിന്നിലില്ലെങ്കിൽ, സൃഷ്ടാവ് എന്നുള്ള ആ ഒരു ആശയം നമുക്കറിയാം. ഇന്ന് ചിലർക്കൊക്കെ ദൈവവിശ്വാസമില്ല, ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് അബദ്ധധാരണയാണ് എന്ന് നമുക്കറിയാം. അപ്പം ഇതിൻ്റെ പിന്നിൽ ഈ ദൈവിക സാന്നിധ്യമില്ലെങ്കിൽ സൃഷ്ടി ശൂന്യതയിൽ മറയുന്നു, അത് ഒന്നുമല്ലാതായിട്ട് തീരുന്നു എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ദൈവകൃപയുടെ സഹായമില്ലാതെ ഒരു സൃഷ്ടിക്ക് പരമാന്ത്യം പ്രാപിക്കുക എന്നുള്ളതും അസാധ്യമാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനവും യോഹന്നാൻ 15:5-ലും 14-13-ലുമൊക്കെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ദൈവകൃപ ഇല്ലാതെ, ദൈവാനുഗ്രഹമില്ലാതെ ഒരു മനുഷ്യ വ്യക്തിക്ക് ആ പരമാന്ത്യം പ്രാപിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയിൽ സൃഷ്ടികളായ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഈ ദൈവത്തിലേക്ക് പൂർണ്ണതയിലേക്ക് ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൈവപരിപാലന അത് നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഈ ദൈവപരിപാലന ഇപ്രകാരമുള്ളപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ തിന്മ എന്ന വിഷമ പ്രശ്നം നമ്മുടെ മുൻപിൽ വരികയാണ്? എന്തുകൊണ്ടാണ് തിന്മ? ദൈവമാണ് ഇതെല്ലാം പരിപാലിക്കുന്നത്, ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് തിന്മ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. പലരും ചോദിക്കാറുള്ളതാണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നമുക്ക് ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാനായിട്ട് പറ്റുകയില്ല. തിടുക്കത്തിലുള്ളൊരു ഉത്തരവും അതിന് മതിയായ അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് സംതൃപ്തി നൽകുകയില്ല. പെട്ടെന്നൊരു വാക്യത്തിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാനാവുകയില്ല. ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സമഗ്ര ദർശനം അതിന് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കിട്ടാത്തൊരു ചോദ്യമാണ്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണിതെന്ന് നമുക്കറിയാം. ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, തിന്മയുണ്ടാകുന്നു, പാപാവസ്ഥകൾ, തകർച്ചകൾ, അപകടങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ത് അല്ലെങ്കിൽ ഉത്തരം എന്ത് എന്നുള്ള ആ ചോദ്യം ക്രൈസ്തവ ദർശനത്തിലെ ഒരുപാട് കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സൃഷ്ടിയുടെ നന്മ, പാപത്തിൻ്റെ ദുരന്തം, അല്ലെങ്കിൽ ഉടമ്പടികളിൽ കൂടി ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നു, ദൈവത്തിൻ്റെ ക്ഷമ, സ്നേഹം, പുത്രൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, സഭ, കുദാശകൾ, അങ്ങനെ ഒരുപാട് ഇതെല്ലാം കൂടി ഒന്നിച്ചു വെച്ച് നമ്മൾ എടുത്തു വായിക്കുമ്പോൾ ഇതിന് ദൈവം ഉത്തരം നൽകുകയാണ്. എന്തുകൊണ്ടാണത് ദൈവം അനുവദിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായും ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ വിളി നൽകി പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് ആഗ്രഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ അവസ്ഥയെ നിരസിക്കുവാനും സ്വീകരിക്കുവാനും മനുഷ്യന് സാധിക്കും. ക്രൈസ്തവ ദർശനത്തിലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ഇതിന് ഉത്തരം കിട്ടുകയാണ്. ദൈവത്തിൻ്റെ വിളിയെ സ്വീകരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മയിലേക്കാണ്, അല്ലെങ്കിൽ ഈ അനന്തമായ പൂർണ്ണതയിലേക്കാണ് ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. എപ്പോഴും കൂടുതൽ ശ്രേഷ്ഠമായതിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. ഇതിലും നല്ലൊരവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് പാപത്തിൽ വീഴാതെ, തിന്മയിൽ വീഴാതെ ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ദൈവം തിരുമനസ്സായത് ഇപ്രകാരമാണ്. ലോകത്തെ സൃഷ്ടിക്കുവാനാണ് ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിലും നന്മയിലും സ്വതന്ത്രം. ഇപ്രകാരം സൃഷ്ടിക്കാൻ അവിടുന്ന് അനന്തജ്ഞാനത്തിലും അവിടുത്തെ നന്മയിലും സ്നേഹത്തിലും തിരുമനസ്സാവുകയാണ്. അതപ്രകാരം തന്നെയാണ്. നമുക്കതിനൊരു അഭിപ്രായം പറയുവാനില്ല.
കുറച്ചുകൂടി മെച്ചമായിട്ട് ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ആത്മാവിനെയും ഒക്കെ ക്രമീകരിക്കാമായിരുന്നില്ലേ? ആ ഒരു ചോദ്യമില്ല, അതിനൊരു ഉത്തരം പറയുവാനുമില്ല. ദൈവം തിരുമനസ്സാകുന്നത് മാത്രമേ നടപ്പാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്കറിയാം, നന്മയും തിന്മയും നമ്മൾ ഈ ലോകത്തിൽ കാണുകയാണ്. നന്മയുണ്ട്, തിന്മയുണ്ട്. സൃഷ്ടി ഗുണപൂർണ്ണതയിൽ എത്തുന്നത് വരെ ഭൗതിക നന്മയോടൊത്ത് ഭൗതിക തിന്മയും നിലനിൽക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ സൃഷ്ടി നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ എപ്പോഴും നന്മയും തിന്മയും നിലനിൽക്കുകയാണ്. ബുദ്ധിശക്തിയും സ്വാതന്ത്ര്യവുമുള്ളവരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിശക്തിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ സ്വതന്ത്രമായ തീരുമാനത്താലും വിശിഷ്ട സ്നേഹത്താലും നമ്മൾ ദൈവത്തിലേക്ക് യാത്ര ചെയ്തെത്തണമെന്ന് നമ്മുടെ സ്വതന്ത്രമായ തീരുമാനം, ദൈവത്തോടുള്ള അനന്തമായ ആ സ്നേഹം, അതിൻ്റെ ഫലമായി നമ്മൾ ദൈവത്തിലേക്ക് എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാലും തൻ്റെ സൃഷ്ടികളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ദൈവം തിന്മ അനുവദിക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 311 നമ്പറിൽ അത് എടുത്തു പറയുന്നുണ്ട്. ദൈവം തിന്മ അനുവദിക്കുകയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട്. നമുക്കറിയാം, ഭൗതിക തിന്മ, ആ ഭൗതിക തിന്മ ഈ ലോകത്തിൽ ഉണ്ട്. അത് മനുഷ്യൻ ആ തിന്മയിലേക്ക് വ്യാപൃതനാകുമ്പോൾ അത് ധാർമ്മിക തിന്മയായിട്ട് മാറുന്നു. ആദ്യ മാതാപിതാക്കളിൽ ആരംഭിച്ച ആ ധാർമ്മിക തിന്മ ഇന്ന് മനുഷ്യരിൽ, നമ്മളിൽ എല്ലാവരിലുമുണ്ട്. നമ്മുടെ സ്വാർത്ഥത, ദൈവം എത്ര നന്മയിൽ നമ്മളെ പരിപാലിച്ചാലും നമ്മളിലുള്ള ആ സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും ഉപയോഗിച്ച് നമുക്കൊരാഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം, നമ്മളിലെ മനുഷ്യൻ്റെ ആ പ്രവർത്തനങ്ങൾ, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ തിന്മയാക്കി മനുഷ്യൻ തന്നെ മാറ്റുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന നന്മയിലേക്ക് സർവശക്തനായ ദൈവം അവിടുന്ന് പരമനന്മയായതിനാൽ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുത്തുവാൻ തക്കവിധം സർവശക്തനും നല്ലവനും അല്ലായിരുന്നെങ്കിൽ തൻ്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും തിന്മയ്ക്ക് സ്ഥാനം അനുവദിക്കുകയില്ലായിരുന്നു. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക്, ആഗസ്തീനോസ് പുണ്യവാളനും തോമസ് അക്വിനാസും അത് പറഞ്ഞു വച്ചിരിക്കുകയാണ്. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിവുള്ളത് കൊണ്ടാണ് തിന്മ ദൈവം അനുവദിച്ചത് എന്ന് ആഗസ്തീനോസും അക്വിനാസും പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായ ഒരു ഉദാഹരണം പറഞ്ഞു വച്ചിരിക്കുക. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ ഓർമ്മപ്പെടുത്തുകയാണ്. ജോസഫിൻ്റെ സഹോദരങ്ങൾ എന്താ ചെയ്തത് എന്ന് നമുക്കറിയാം. ജോസഫിനോടുള്ള അസൂയ നിമിത്തം ജോസഫിനെ പിടിച്ചവർ പൊട്ടക്കിണറ്റിൽ ഇടുന്നു. അവിടെ നിന്ന് പിടിച്ചു കയറ്റി അടിമയായിട്ട് വിൽക്കുന്നു. പരദേശികൾക്ക് അവനെ വിൽക്കുകയാണ്, കച്ചവടക്കാർക്ക് അവനെ വിറ്റ് കളയുകയാണ്. അവൻ അന്യരാജ്യത്തിൽ ചെന്ന് ഈജിപ്തിൽ താമസമുറപ്പിക്കുകയും അവിടെ അവൻ്റെ നന്മ കൊണ്ട്, അവൻ്റെ എളിമ കൊണ്ട്, ക്ഷമിക്കാനുള്ള കഴിവ് കൊണ്ട് അവനവിടുത്തെ ഭരണാധികാരിയായിട്ട് മാറുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്രായേലിൽ വലിയ പട്ടിണി ഉണ്ടാകുന്നു. യാക്കോബ് തൻ്റെ മക്കളെ ജോസഫിൻ്റെ അടുക്കലേക്ക്, അറിഞ്ഞുകൊണ്ടല്ല, ഈജിപ്തിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്, ചാക്കുമായിട്ട് ഗോതമ്പ് വാങ്ങുവാൻ. ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയുന്നു. ദൈവം നന്മയാക്കി വച്ചിരിക്കുകയാണ്. ജോസഫ് പറയുന്ന വാക്യമുണ്ട് തിരുവചനത്തിൽ, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, പ്രത്യുത ദൈവമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് വലിയ നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇസ്രായേലിലെ അനേകരുടെ, യാക്കോബിൻ്റെ മക്കളുടെയും അവരുടെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ പട്ടിണി അകറ്റുവാൻ, അവർക്ക് രക്ഷ നൽകുവാൻ ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ച്, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ നമുക്ക് ഈ തിരുവചനം കാണാൻ പറ്റും. ആ തിന്മയെ നന്മയാക്കി മാറ്റി എന്ന് ജോസഫ് പറയുകയാണ്. തീർച്ചയായും ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ വഴികൾ ഇപ്രകാരമാണ്. തിന്മയെ നന്മയാക്കി മാറ്റാൻ പറ്റും. ദൈവം ഇത് അനാദിയിലെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ ഇത് അനാവൃതമാണ്. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ജോസഫിനെ സഹോദരങ്ങൾ വിറ്റുകളഞ്ഞാൽ ജോസഫിൻ്റെ അന്ത്യം ദാരുണമാകില്ലേ? അല്ല, ദൈവത്തിന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്, എല്ലാ തിന്മയെയും നന്മയാക്കി മാറ്റാൻ.
നമുക്കറിയാം യേശുവിൻ്റെ കാര്യവും അപ്രകാരം തന്നെ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പുത്രൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഈ ലോകം മുഴുവനും രക്ഷപ്രദാനം ചെയ്യുവാൻ ദൈവപിതാവ് തയ്യാറാവുകയാണ്. അതും വലിയ ഒരു സംഭവമാണ്. മനുഷ്യൻ്റെ ആ പാപമെന്ന തിന്മയെ ദൈവം അല്ലെങ്കിൽ യേശുവിൻ്റെ മരണത്തിലൂടെ അതിനെ വലിയ അനുഗ്രഹമാക്കി മാറ്റി, കൃപയാക്കി മാറ്റി എല്ലാവർക്കും രക്ഷ, ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും സാധിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വീകരണം, അവിടുന്ന് കുരിശിൽ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തപ്പോൾ അവിടുന്ന് മഹത്വീകൃതനായി പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ നന്മയും അതിലൂടെ മനുഷ്യൻ്റെ മുഴുവൻ രക്ഷ ഈ സഹനത്തിലൂടെ, ഈ വേദനയിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്, ദൈവം നേടിത്തന്നിരിക്കുകയാണ്. അതാണ് തിന്മയിൽ നിന്ന് ദൈവം നന്മ പുറപ്പെടുവിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ. നമുക്കറിയാം പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം 28-ാം തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ഈ സത്യം വളരെ ഉറപ്പിച്ചു പറയുന്ന 1-2 ഉദാഹരണങ്ങൾ സിയന്നായിലെ വിശുദ്ധ കത്രീന പുണ്യവതി പറഞ്ഞു വച്ചിരിക്കുകയാണ്. ദൈവം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിന്ന് മാത്രം, മറ്റൊരടിസ്ഥാനവും അതിന് പിന്നിലില്ല. എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതല്ലാതെ ദൈവത്തിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്മയ്ക്കും രക്ഷയ്ക്കുമായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. തോമസ് മൂർ തൻ്റെ മകളോട് പുത്രിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, തൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ നിമിഷങ്ങൾക്ക് തൊട്ട് മുൻപ് മകളെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അതെന്തു തന്നെയായാലും, അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയായിരുന്നാലും അത് തന്നെയായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ തിന്മയായിട്ട്, അല്ലെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് തോമസ് മൂർ തൻ്റെ പുത്രിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ദൈവപരിപാലന, അപ്പോൾ നമുക്കറിയാം തീർച്ചയായും ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും മനുഷ്യരായ നമുക്ക് അജ്ഞാതമാണ്. അത് അന്ത്യത്തിൽ മാത്രമേ നമുക്ക് വെളിപ്പെടുകയുള്ളൂ എന്നുള്ളത്. നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ചുരുങ്ങിയ നമ്മളുടെ കണ്ണുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി കൊണ്ട്, നമ്മളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായും ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നത് പോലെ നമുക്ക് അനാവൃതമല്ല, നമുക്ക് കാണാൻ പറ്റുകയില്ല. എന്താണ് ഇതിൻ്റെ എല്ലാം അവസാനം? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഭാവിയിലെ അടുത്ത നിമിഷങ്ങളെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ദിവസങ്ങൾ, അടുത്ത വർഷങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ മനുഷ്യന് ഇന്നും സാധ്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ വഴി നമുക്ക് പലപ്പോഴും അജ്ഞാതങ്ങളാണ്. പക്ഷേ ഈ വഴികൾ അന്ത്യത്തിൽ നാം ദർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ തിന്മയുടെയും പാപത്തിൻ്റെയും വഴികൾ, അല്ലെങ്കിൽ ആ വഴികളിലൂടെ പോലും നമ്മൾ ചരിച്ചു ചെല്ലുമ്പോൾ പൂർണ്ണമായി അറിയുവാൻ നമുക്ക് മനുഷ്യൻ മരിച്ച് ദൈവത്തോടൊപ്പം ആകുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അവയിലൂടെ തിന്മയുടെയും പാപത്തിൻ്റെയും ദുരന്തത്തിൽ പോലും ദൈവം തൻ്റെ സൃഷ്ടിയെ അന്തിമ സാപത്ത് വിശ്രമത്തിലേക്ക് നയിക്കുകയാണ്. തൻ്റെ സമീപത്തേക്ക്, സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈ വിഷമത്തിലും വേദനയിലും രോഗത്തിലും പാപാവസ്ഥയിലും തകർന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ആ ഒരു പൂർണ്ണതയിലേക്ക് ദൈവം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. വഴികൾ ദുർഘടമാണ്. ആ ദുർഘടമായ വഴിയെ ദൈവം തൻ്റെ പരിപാലനം നമുക്ക് നൽകിക്കൊണ്ട് മുൻപോട്ട് നയിക്കുകയാണ്. ഈ ഒരു ലക്ഷ്യപ്രാപ്തിയാണ് മനുഷ്യരായ നമുക്കെല്ലാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദൈവപരിപാലനയിൽ തിന്മ നന്മയായിട്ട് മാറുകയാണ്. അതാണ് തിന്മയെന്ന വിഷമ പ്രശ്നത്തിന്, അത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിവിധ ആശയങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ഒരു തിന്മയെന്ന പ്രശ്നത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും ദൈവം മനുഷ്യനെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത, അവിടെ ഈ വിഷമങ്ങളും വേദനകളുമൊക്കെ സന്തോഷമായി, അനുഗ്രഹമായിട്ട്, ദൈവത്തോടുള്ള കൂട്ടായ്മയായിട്ട് മാറുകയാണ്.
ആ ഒരു വലിയ പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം. ഇന്നത്തെ നിസ്സാരങ്ങളായ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമൊക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ദൈവത്തിൽ എത്തിച്ചേരാമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490-2344-727, 2343-707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496-266-4600.